മൂന്ന് ടോപ്പിക്കുകളിൽ നിന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. മാത്സിലെ ഒരു ഭാഗം, അതുപോലെ ജി കെയിലെ ഒരു ഭാഗം, പിന്നെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. 20 മാർക്കാണ് കറണ്ട് അഫേഴ്സ് എന്ന് നമ്മൾ പലതവണ എപ്പോഴും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഡെയിലി പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ഏറ്റവും പാടുള്ള പിള്ളേരുടെ പലരും പേടി സ്വപ്നമാണ് എന്ന് പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിലെ 1-2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾക്കൊന്നും പ്രോഫിറ്റ് ആൻഡ് ലോസിനെ പറ്റി അറിയാമെങ്കിലും ഞാനിവിടെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് ടെക്നിക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു രീതി പറയും. അതങ്ങ് കറക്റ്റായിട്ട് പഠിച്ചു പോവുക. പല പരീക്ഷകളിലും ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് പഠിച്ചു പോവുക. പറ്റുമെങ്കിൽ ഈ ടൈപ്പ് ബാക്കി ഈ എന്താ പറയുക ഞാൻ എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ പറയുന്ന കാര്യങ്ങളൂടെ ഇന്നൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം മാത്സിലെ കാര്യങ്ങൾ നോക്കാം. 20 വസ്തുക്കളുടെ വാങ്ങിയ തുക എന്ന് പറയുന്നത് 18 വസ്തുക്കളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ് എങ്കിൽ ലാഭശതമാനം കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങളിൽ പലരും ഫോർമുലയൊക്കെ പഠിച്ച് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഒരു ഫോർമുലയും വേണ്ട, ഒറ്റ സ്റ്റെപ്പിൽ ഇതുപോലുള്ള ചോദ്യം സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ആ ചോദ്യത്തിന്റെ ഘടന ശ്രദ്ധിക്കുക. പുള്ളി 20 വസ്തുക്കൾ ഒരാൾ 20 വസ്തുക്കൾ വാങ്ങിച്ചു. പക്ഷെ ആ വാങ്ങിച്ച വില, അയാൾ എത്ര രൂപയ്ക്കാണോ ആ 20 വസ്തുക്കൾ വാങ്ങിച്ചത്, ആ വാങ്ങിച്ച വില അയാൾക്ക് 18 വസ്തുക്കൾ വിറ്റ് കഴിഞ്ഞപ്പോൾ കിട്ടി. 18 എണ്ണം വിറ്റപ്പോൾ അയാൾക്ക് കിട്ടി. അപ്പോൾ അയാൾക്ക് 2 വസ്തുക്കൾ ലാഭമായില്ലേ? 2 വസ്തുക്കൾ അയാളുടെ കയ്യിലിരുന്നു. ആ വിറ്റ വില 18 എണ്ണം വിറ്റപ്പോൾ അയാൾക്ക് ആ പൈസയും കിട്ടി. അപ്പോൾ 18 എണ്ണം വിറ്റപ്പോൾ അയാൾക്ക് 2 എണ്ണമാണ് ലാഭം കിട്ടിയത്. ഈ രീതിയിൽ എഴുതണം. 18ൽ 2, 18 എണ്ണം വിറ്റപ്പോൾ 2 എണ്ണമാണ് ലാഭം കിട്ടിയത്. ഇൻറ്റു 100% ആയിരിക്കും അയാളുടെ ലാഭശതമാനം എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പം 18 എണ്ണം വിറ്റപ്പോൾ 2 എണ്ണത്തിൻ്റെ ലാഭം ഉണ്ടായി. ഇൻറ്റു 100% ആയിരിക്കും അയാളുടെ ലാഭശതമാനം. ഇതിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 18ൽ എത്ര 2 ഉണ്ട്? 18ൽ 9 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/9 ഇൻറ്റു 100 ആണ്. 100/9. 10ൽ എത്ര 9 ഉണ്ട്? 10ൽ 1, ശിഷ്ടം 1, 10. 10ൽ എത്ര 9 ഉണ്ട്? 1, മിച്ചൂർ 1 ഉണ്ട്. 1/9, 11 and 1/9. ഇത്രയൊക്കെ ഓപ്ഷൻ വരും. ഇതുപോലത്തെ മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെ വരാറുണ്ട്. 11 and 1/9% ആണ് അയാളുടെ ലാഭശതമാനം. ഈ ഫ്രാക്ഷൻ എന്ന് ഓർക്കേണ്ട, ഡയറക്റ്റ് ഉത്തരം കിട്ടുന്ന രീതി ചോദ്യം വരും. അപ്പോൾ അതാണ് ലാഭശതമാനം. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഇത്ര വസ്തുക്കൾ വാങ്ങിച്ച തുക അതിനേക്കാളും കുറവ് വസ്തുക്കളോ അല്ലെങ്കിൽ കൂടിയ വസ്തുക്കളോ വിറ്റപ്പോൾ അയാൾക്ക് ലഭിച്ചു എങ്കിൽ അയാളുടെ ശതമാനം എത്ര? കുറവ് വസ്തുക്കളാണ് വിറ്റത്. ഇപ്പോൾ 20 വസ്തുക്കൾ വാങ്ങിയ തുകയ്ക്ക് 18 വസ്തുക്കൾ വിറ്റു എങ്കിൽ ലാഭശതമാനം എത്ര എന്ന് ചോദിച്ചാൽ ഈ രീതിയിൽ അങ്ങ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത 1-2 ചോദ്യങ്ങളോട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്ത ചോദ്യം, 20 ബുക്കുകൾ വിറ്റ വിലയ്ക്കാണ് ഒരു കടയുടമ അതുപോലത്തെ 22 ബുക്കുകൾ വാങ്ങിയത്. അപ്പോൾ 20 ബുക്കുകൾ പുള്ളി വിറ്റു. ആ വിലയ്ക്കാണ് ശരിക്കും യഥാർത്ഥത്തിൽ പുള്ളി 22 ബുക്കുകൾ വാങ്ങിയത് എങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര എന്ന് വെച്ചാൽ 22 ബുക്ക് വാങ്ങിച്ച വിലയ്ക്ക് പുള്ളി 20 ബുക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ 20 ബുക്ക് വിറ്റപ്പോൾ 22 ബുക്ക് വാങ്ങിയ വിലയ്ക്കാണ് 20 ബുക്ക് വിറ്റത്. അങ്ങനെയാണെങ്കിൽ 20 ബുക്ക് വിറ്റപ്പോൾ 2 എണ്ണം പുള്ളിയുടെ കയ്യിലിരുന്നില്ലേ? 2 എണ്ണം ലാഭമായില്ലേ? അതേ ഇൻറ്റു 100% ആയിരിക്കും പുള്ളിയുടെ ലാഭശതമാനം. ഈ 0 പോയി ഈ 2 വെട്ടിപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10%. 10 അയാളുടെ ലാഭശതമാനം എന്ന് മനസ്സിലാക്കുക. സിമ്പിൾ കാര്യമാണ്, ഒത്തിരി കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇതിന് വലിയൊരു ഫോർമുലയൊക്കെ പഠിച്ച് പലരും കൺഫ്യൂഷൻ അടിക്കുന്ന സംഭവങ്ങളുണ്ട്. അതൊന്നുമില്ല, ഇതിൽ ഉത്തരം എഴുതാൻ പറ്റും. ഇതുപോലത്തെ ചോദ്യം LDCക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും വിത്തിൻ സെക്കൻഡ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഈ ഒരു ടൈപ്പ് ചോദ്യം മാത്രമേ ഇന്ന് നമ്മൾ നോക്കുന്നുള്ളൂ. ബാക്കി ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ഈ ഒരു ഭാഗത്ത്. നിങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക ഡീപ്പായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടത് കൊണ്ട്, എന്നാൽ കുറച്ച് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. എളുപ്പമുള്ളതൊക്കെ നിങ്ങൾ ട്രിക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആ രീതിയിൽ ഇതുപോലെ അങ്ങ് പക്കായിട്ട് സെറ്റാക്കി പോവുക. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് വെച്ച് ഇന്ന് അത്യാവശ്യം PSC ചോദിച്ചിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ചോദ്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ ഒന്നും ഇല്ലാത്തവർ നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലീറ്റ് ക്ലാസ് നമ്മൾ വരും ദിവസങ്ങളിൽ ആഡ് ചെയ്യും. അതിൻ്റെ PDF പ്രൊവൈഡ് ചെയ്യും. അത് പക്കായിട്ട് അങ്ങ് പഠിച്ചാൽ സംഭവം സെറ്റാണ്. ഓക്കെ, ഇതേ രീതിയിൽ ഓരോ ടൈപ്പ് ചോദ്യങ്ങളും ചെയ്യുന്നത്. അല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ഇന്ന് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് GKയിലെ ചരിത്രത്തിലെ പലരും നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ മുഴുവൻ ക്ലാസ്സും ഇടയ്ക്കിടയ്ക്കിട്ട് തീർക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു രാജാവിൻ്റെ ക്ലാസ്സോടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവായ PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു രാജാവായ മാർത്താണ്ഡവർമ്മയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് എല്ലാ പോയിൻറ്റ്സുമാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഉൾപ്പെടുത്തിയേക്കുന്നത്. കോഡുകളൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആ ഒരു ക്ലാസ് നിങ്ങൾ കണ്ട് ഈ മാർത്താണ്ഡവർമ്മ ഇന്ന് തന്നെ പഠിക്കുക. പറ്റുമെങ്കിൽ ബാക്കിയുള്ള എല്ലാ തിരുവിതാംകൂർ രാജാക്കന്മാരും ഇന്ന് തന്നെ തീർക്കുക. പലപ്പോഴും PSC പരീക്ഷയിൽ ചരിത്രത്തിൽ ഇപ്പം കേരള ചരിത്രത്തിൽ നിന്ന് 2 ചോദ്യം വരുവാണെങ്കിൽ ഒരു ചോദ്യം തിരുവിതാംകൂർ രാജാക്കന്മാരിൽ നിന്നായിരിക്കും മിനിമം, ചിലപ്പോൾ 2 ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. LDCക്ക് മാത്രമല്ല എല്ലാ PSC പരീക്ഷയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ ഈ കാര്യങ്ങൾ പഠിച്ചു പോവുക. വീഡിയോയിലേക്ക് കിടക്കാം.
മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ ഭരണാധികാരികളെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഒരു ഭരണാധികാരിയെ പറ്റി പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടമാണ്. PSCയുടെ ഒരു ടൈപ്പ് ചോദ്യമുണ്ട്, ഒരു ഇൻസിഡൻറ്റ് തന്നിട്ട് ഇത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് നടന്നത് എന്ന രീതിയിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇവരുടെ ഭരണ കാലഘട്ടം അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിന് ഉത്തരം എഴുതാൻ സാധിക്കത്തുള്ളൂ. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം 1729 മുതൽ 1758 വരെ. ഈ ഭരണകാലഘട്ടം പഠിക്കാൻ യാതൊരുവിധ കോഡും ഉപയോഗിക്കാതെ പഠിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ ഭരണാധികാരികളുടെയും പേര് ഓർഡറിൽ എഴുതി വെച്ചിട്ട് അവരുടെ ഭരണകാലഘട്ടം കറസ്പോണ്ടിങ് ആയിട്ട് പേര് നേരെ എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്താൽ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. ആ രീതി ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒന്ന് ഫോളോ ചെയ്താൽ, ഓരോ ദിവസവും ഒന്ന് 5 മിനിറ്റ് മെനക്കെട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ആ 2 ആഴ്ച കൊണ്ട് എല്ലാവരുടെയും പഠിച്ചു പോകും. സിമ്പിളായിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഡെയിലി അതിനുവേണ്ടി ചിലവഴിക്കാൻ പറ്റിയാൽ പഠിക്കാൻ പറ്റുന്നതാണ്. സോ ആ രീതിയിലൊന്ന് പഠിക്കാൻ ശ്രമിച്ച് നോക്കുക ഇന്ന് മുതൽ. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം 1729 മുതൽ 1758. തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റി പഠിക്കുമ്പോൾ തന്നെ ആദ്യത്തെ വ്യക്തിയാണല്ലോ മാർത്താണ്ഡവർമ്മ. നമ്മുടെ സിലബസിൽ പോലും മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാൾ വരെ ആ രീതിയിലല്ലേ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നവോത്ഥാനം എടുക്കുകയാണെങ്കിൽ തുടങ്ങുന്ന ആരിലാണ്? ശ്രീനാരായണ ഗുരുവിലാണ്. അതുപോലെ ഇന്ത്യൻ നവോത്ഥാനം ആ രീതിയിലാണെങ്കിൽ രാജാറാം മോഹൻ റോയിലാണ്. അങ്ങനെ തുടങ്ങുന്ന വ്യക്തി എല്ലാത്തിൻ്റെയും പിതാവ് എന്ന രീതിയിലൊരു ചോദ്യം കാണുമല്ലോ. ഇന്ത്യൻ നവോത്ഥാനത്തിന് പിതാവ് രാജാറാം മോഹൻ റോയ്, കേരള നവോത്ഥാനത്തിന് പിതാവ് ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയാണല്ലോ ട്രാവൻകൂർ രാജാക്കന്മാരുടെ തുടക്കം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിൽ ആദ്യത്തെ വ്യക്തി. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിൽ ഓർത്താൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം പഠിക്കുന്ന പോയിന്റാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി മാർത്താണ്ഡവർമ്മ. ഇനി മാർത്താണ്ഡവർമ്മയെ പറ്റി പഠിക്കുന്നത് എൻ്റേതായ രീതിയിലാണ്. ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് കോഡുകളും കാര്യങ്ങളൊക്കെ വെച്ചാണ് പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് എന്താ പറയുക, ഒരു ഓട് വണ്ണായിട്ട് തോന്നാം. പക്ഷേ ഞാൻ പഠിപ്പിക്കുമ്പോൾ അത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകണം എന്നുള്ള ചിന്തയിൽ മാത്രമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഞാനിവിടെ മാർത്താണ്ഡവർമ്മയെ ചിത്രീകരിക്കാൻ പോകുന്നത്, ആ പേരൊന്ന് ശ്രദ്ധിച്ചേ, മാർത്താണ്ഡവർമ്മ. മാർത്തണ്ട്, ഈ തണ്ടുള്ളവൻ എന്നൊക്കെ പറയത്തില്ലേ, ഞങ്ങൾ കോട്ടയംകാരുടെ ഒരു പ്രയോഗമുണ്ട്. അഹങ്കാരമുള്ളവർക്കൊക്കെ ഭയങ്കര തണ്ടാണ് എന്ന് പറയും. അവന് ഭയങ്കര തണ്ടാണ്, ഭയങ്കര അഹങ്കാരമാണ് എന്നൊക്കെ പറയും. അപ്പോൾ അഹങ്കാരത്തിൻ്റെ ഒരു പാരലൽ വേർഡാണ് ഈ തണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അല്ലേ. മാർത്താണ്ഡവർമ്മ ഒരു തണ്ടുള്ള രാജാവായിട്ട് ഞാനിവിടെ മാർത്താണ്ഡവർമ്മയെ ചിത്രീകരിക്കുകയാണ്. ഭയങ്കര തണ്ടുള്ള ഒരു രാജാവ്. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് പറഞ്ഞല്ലോ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത പോയിന്റാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ. ഈ ഭയങ്കര തണ്ടുള്ള വ്യക്തി ആയതുകൊണ്ട് പുള്ളി ഇങ്ങനെ മാറാതെ എവിടെ ചെന്നാലും മാറി നിൽക്കാതെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് ഉരുക്ക് പോലെ നിൽക്കുമെന്ന് ഓർത്താൽ മതി. ആട് 2 ഒരു സീൻ ഉണ്ടല്ലോ, നമ്മുടെ ഡ്യൂഡ് എല്ലാവരും വെടിവെച്ച് കഴിഞ്ഞിട്ടും അനങ്ങാതെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ്റെ ആ ഒരു സീൻ, ആ ഒരു സംഭവം ഒന്ന് ഓർത്താൽ മതി. അതുപോലെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും മാറാതെ ഉരുക്ക് പോലെ നിൽക്കും ഈ തണ്ടുള്ള മനുഷ്യനെന്ന് ഓർത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ആ പോയിന്റ് കണക്ട് ചെയ്യാം. ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി ലോറിയൊക്കെ വരുമ്പോൾ നമ്മൾ മസിൽ പിടിച്ച് ഉരുക്ക് പോലെ നിന്നാൽ എന്ത് സംഭവിക്കും? ലോറി ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോകുമല്ലേ. നമ്മുടെ പാണ്ടി ലോറി വരുമ്പോൾ മസിൽ പിടിച്ച് നിൽക്കുന്ന തവളയെ പോലെ ലോറി കയറി അങ്ങ് പോകും. അപ്പോൾ എന്താണ്, ബ്ലഡൊക്കെ പുറത്ത് വരും. ആ രീതിയിൽ ഓർത്താൽ മതി. ലോറി ഇടിച്ച് തെറിപ്പിച്ച് പോകുമ്പം ചോരയൊക്കെ വന്ന് നമ്മൾ ജഗതി കിലിക്കത്തി കിടക്കുന്ന പോലെ ആശുപത്രി കിടക്കേണ്ടി വരുമെന്ന് ഓർത്താൽ മതി. അപ്പോൾ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം, ലോറിയൊക്കെ വരുമ്പോൾ എന്താണ്, അങ്ങനെ ഇരുന്നാൽ ചോര വരുമെന്നൊക്കെ ഓർത്താൽ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് പോകാം. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം. ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം. ഓരോ പോയിന്റുകളും എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തി ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അവ വിഷ്വലൈസ് ചെയ്ത് കണക്ട് ചെയ്ത് പോകാൻ വേണ്ടിയാണ്. സോ ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ചുമ്മാ നമ്മൾ പറഞ്ഞു പോയിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ പഠിപ്പിക്കുന്നതിന് പേര് ഞാൻ ഓഡിയോ ക്ലാസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു കണക്ഷൻ പറയുന്നത്. വിഷ്വലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുന്നതാണ്. പരീക്ഷാ സമയത്താണെങ്കിലും അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം ആണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം ഏത് എന്ന് ചോദിക്കാം. അതുപോലെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് രാഷ്ട്രീയ തലസ്ഥാനം, മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം ഏത് എന്നൊക്കെ ചോദിക്കാം. ഈ രാഷ്ട്രീയക്കാർ, തണ്ടുള്ള രാഷ്ട്രീയക്കാർ, ഭയങ്കര അഹങ്കാരികളൊക്കെ ആയ രാഷ്ട്രീയക്കാർ, അവരെ എതിർക്കുന്നവരെ എന്ത് ചെയ്യും? നമ്മുടെ സിനിമയിലെ കാണുന്ന രീതി ഓർത്താൽ മതി. എതിർക്കുന്നവരെ കൊന്നുകളയും എന്ന് ഓർത്താൽ മതി അല്ലേ. കല്ല് കെട്ടി കുളത്തി താക്കും എന്ന് ഓർത്താൽ മതി. പണ്ടത്തെ കാലത്ത് സിനിമകളിലൊക്കെ അങ്ങനെയാണല്ലോ, കൊന്നു കാണിഞ്ഞ് കല്ല് കെട്ടി കുളത്തി താക്കുകയും ഒക്കെയാണ്. പിറ്റേ ദിവസം ശവം പൊങ്ങുന്നു, പിന്നെ അന്വേഷിക്കാൻ നമ്മുടെ നായകനായ ഉദ്യോഗസ്ഥൻ വരുന്നു. ആ രീതിയിലാണ് സിനിമ എപ്പോഴും പോകുന്നത്. അപ്പം രാഷ്ട്രീയക്കാരുടെ എതിർക്കുന്ന, തണ്ടുള്ള രാഷ്ട്രീയക്കാരുടെ എതിർത്താൽ അവർ കല്ല് കെട്ടി കുളത്തി താക്കുമെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. മാർത്താണ്ഡവർമ്മ തണ്ടനായിട്ടുള്ള ഒരു രാജാവാണല്ലോ. തണ്ടനായിട്ടുള്ള രാജാവിനെ എതിർത്ത് കഴിഞ്ഞാൽ പുള്ളി കല്ല് കെട്ടി കുളത്തി താക്കുമെന്ന് ഓർത്താൽ മതി. അപ്പം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ
തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളം. ചെറുതായിട്ടൊന്ന് മനസ്സിലേക്കൊന്ന് കോർക്കാവല്ലോ. കൽക്കുളമാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളമാണ്. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും കൽക്കുളം തന്നെയാണ്. മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും കൽക്കുളമാണ്. തണ്ടുള്ള മാർത്താണ്ഡവർമ്മ പുള്ളിയെ എതിർത്താൽ കല്ലുകെട്ടി കുളത്തിൽ താഴ്ത്തും. അടുത്ത പോയിന്റിലേക്ക് എത്തി. കൽക്കുളമാണ് മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം. കല്ലുകെട്ടി കുളത്തിൽ താഴ്ത്തും എന്ന് പറഞ്ഞല്ലേ. അപ്പം മണ്ണിലേക്ക് താഴ്ത്തുന്ന രീതിയാണല്ലോ കല്ലുകെട്ടി കുളത്തിൽ താഴ്ത്തുന്നത്. അപ്പം മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഒരു ഭരണാധികാരി നമുക്ക് പണ്ടുണ്ടായിരുന്നല്ലോ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ നല്ല രീതിയിൽ ഭരിച്ച നല്ലവനായ ഒരു ഭരണാധികാരി ആരായിരുന്നു? മഹാബലി അല്ലേ. നമ്മുടെ മാവേലി എന്ന് പറയുന്നതാണ് ഇതുപോലെ തന്നെ ചവിട്ടി താഴ്ത്തിയ, വാമനാൽ ചവിട്ടി താഴ്ത്തപ്പെട്ട ഒരു ഭരണാധികാരി. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് ആ രീതിയിൽ ഈ കല്ലുകെട്ടി കുളത്തിൽ താഴ്ത്തുന്നതിൽ നിന്ന് ചവിട്ടി താഴ്ത്തിയ മറ്റൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു, മാവേലി എന്നൊക്കെ ഓർത്താൽ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പയ്യെ കണക്ട് ചെയ്തെത്താം. വ്യാപാര തലസ്ഥാനം, നമ്മൾ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളം എന്ന് പറഞ്ഞു, എന്നാൽ വ്യാപാര തലസ്ഥാനം മാവേലിക്കര. വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണെന്ന് അറിഞ്ഞിരിക്കുക. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കര. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കര. ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് ആരെന്ന് ചോദിക്കാം. അത് മാർത്താണ്ഡവർമ്മയാണ്. ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ. ആ ത്രീ കിങ്സ് എന്ന സിനിമയിൽ ഇങ്ങനെ പറയുന്ന പോലെ വലിയൊരു പേരാണ്. ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പറയാൻ പോകുന്നത് നമ്മുടെ പണ്ടത്തെ ഒരു പുരാണത്തിലെ രാജാവുമായിട്ട് കണക്ട് ചെയ്താണ്. ഒരു രാജാവ് ഉണ്ടായിരുന്നല്ലോ, ഹിരണ്യകശിപു എന്ന് പറയുന്നത്. അധികം ആർക്കും അറിയത്തില്ലായിരിക്കും. ഹൈന്ദവ പുരാണമൊക്കെ അറിയാവുന്ന കുറച്ച് പേർക്ക് ഓർമ്മ കാണത്തുള്ളായിരിക്കും. നമ്മൾ ഈ സീരിയലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ കാണുമായിരിക്കും ഹിരണ്യകശിപു. അപ്പോൾ ഈ രാജാവ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഭയങ്കര അഹങ്കാരിയൊക്കെ ആയിരുന്നു. ദൈവവിശ്വാസമൊന്നുമില്ലായിരുന്നു. വിഷ്ണുവിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ഹൈന്ദവ ദൈവമാണല്ലോ വിഷ്ണുവിലൊന്നും വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ പുള്ളിയുടെ മകൻ പ്രഹ്ലാദൻ, പുള്ളിക്ക് ആ കൊച്ചിന് ഭയങ്കര ദൈവവിശ്വാസമൊക്കെ ആയിരുന്നു. തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ആ കൊച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ ഈ മകൻ്റെ അച്ഛനായ ഹിരണ്യകശിപുവിന് ഇതിലൊന്നും വലിയ താല്പര്യം, പുള്ളി കലിപ്പായിരുന്നു. ഉടനെ പുള്ളി മകനോട് ചോദിച്ചു, എവിടെയാ തൂണിലും തുരുമ്പിലൊക്കെ ദൈവം എന്നൊക്കെ ചോദിച്ച് തുരുമ്പും ഉള്ള തൂണുമൊക്കെ അടിച്ച് പൊളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു തൂണിൽ നിന്ന് പുറത്തിറങ്ങി തൂണ് പിളർന്ന് വന്ന ഈ നരസിംഹം എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ദൈവം ഉണ്ടല്ലോ, വിഷ്ണുവിൻ്റെ അവതാരം എന്ന് പറയുന്നത്. പുള്ളി വന്ന് ഈ ഹിരണ്യകശിപുവിനെ കൊന്നു, പടിക്കെട്ടിലിട്ട് നെഞ്ച് പിളർന്നു കൊന്നു എന്നൊക്കെയാണ് ചരിത്രമല്ലല്ലോ പുരാണം പറയുന്നത്. അപ്പോൾ ആ കഥയൊക്കെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഹിരണ്യകശിപുവിനെ കൊന്നു. അപ്പോൾ നരസിംഹം വന്നു കൊന്നു. ഇനി നമ്മൾ നമ്മുടെ പോയിന്റിലേക്ക് കടക്കുവാണ്. ഇതുപോലെ തണ്ടനായ ഭരണാധികാരി, ചുമ്മാ അതുപോലെ കണക്ട് ചെയ്താൽ മതി. ആ രാജാവിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത്, തണ്ടനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണല്ലോ നമ്മുടെ മാർത്താണ്ഡവർമ്മ. പുള്ളി നല്ലവനാണ് കേട്ടോ. ഇനി തണ്ടനെന്ന് നിങ്ങൾ ആരോടും പോയി പറഞ്ഞേക്കില്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് പറയുന്നതാണ്. അപ്പോൾ തണ്ടനായിട്ടുള്ള ഇതുപോലെ തന്നെ ഹിരണ്യകശിപുവിനെ പോലെ തന്നെ ഒരു ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന് ഓർക്കുക. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഹിരണ്യകശിപുവിൻ്റെ കഥ പറഞ്ഞു ഒരു ബന്ധവുമില്ലാതെ ഈ പോയിന്റിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കഥ പറഞ്ഞിട്ട് ഈ പോയിന്റൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഇത് നിങ്ങൾ പോലും അറിയാതെ പതിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്കൊന്ന് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റും. അല്ലാതെ ചുമ്മാ നമ്മൾ പറഞ്ഞു പോയാൽ നമുക്ക് ഓർത്തിരിക്കത്തൊന്നുമില്ല. ഇതൊക്കെ കുറേ പോയിന്റുകളില്ലേ, എന്തോരം നമ്മൾ പഠിക്കുന്ന. അപ്പോൾ നമ്മൾ അങ്ങനെ ആ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് പഠിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് എൻ്റെ ഒരു സജഷൻ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ ഹിരണ്യഗർഭം എന്ന് ചടങ്ങ് നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. തണ്ടനായ ഹിരണ്യകശിപുവിനെ പോലെ തന്നെ തണ്ടനായ മാർത്താണ്ഡവർമ്മ ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചു. എന്താണ് ഈ ഹിരണ്യഗർഭം? തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം. ഇനി ആ ഹിരണ്യകശിപുവിൻ്റെ കഥയിൽ തൂണ് പിളർന്ന് വന്നത് ആരാണെന്നാണ് ഞാൻ പറഞ്ഞത്? നരസിംഹം അല്ലേ. നരസിംഹമാണ് തൂണ് പിളർന്ന് വന്ന് ഹിരണ്യകശിപുവിനെ കൊന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നരസിംഹം മോഹൻലാലിൻ്റെ ഒരു സിനിമയാണല്ലോ. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന നരസിംഹം മോഹൻലാലിൻ്റെ സിനിമ തന്നെയാണ്. അപ്പം ഒരു പഞ്ചുള്ള സിനിമയാണല്ലേ, ഒരു നല്ല പഞ്ചൊക്കെയുള്ള ആക്ഷൻ മാസ് എൻ്റർടൈനറാണ് നരസിംഹം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ എന്ന് പറഞ്ഞാൽ പഞ്ചുള്ള സിനിമയാണ്. പഞ്ചഗവ്യം അടുത്ത പോയിന്റിലേക്ക് എത്തി. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാല് ചേർത്ത മിശ്രിതം അറിയപ്പെടുന്നത് പഞ്ചഗവ്യം എന്നാണ്. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാല് ചേർത്ത മിശ്രിതം അറിയപ്പെടുന്നത് പഞ്ചഗവ്യം എന്നാണെന്നും അറിഞ്ഞിരിക്കുക. അപ്പം നരസിംഹവുമായിട്ട് കണക്ട് ചെയ്ത് നരസിംഹം പഞ്ചുള്ള സിനിമയാണ്. പഞ്ചഗവ്യത്തിലേക്ക് എത്തി കണക്ട് ചെയ്ത് ഒരു മാല കോർക്കുന്ന പോലെയാണ് നമ്മൾ ഓരോ പോയിന്റും പഠിച്ചു പോകുന്നത്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പഞ്ചഗവ്യം എന്നാണ് ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാല് ചേർത്ത മിശ്രിതം അറിയപ്പെടുന്നത്.
അറിയപ്പെടുന്നത്. മോഹൻലാലിൻ്റെ സിനിമയാണ് പഞ്ചഗവി അല്ലല്ലോ, നരസിംഹം എന്ന് പറഞ്ഞല്ലോ, പഞ്ചുള്ള സിനിമ. അതുപോലെ തന്നെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന മോഹൻലാലിൻ്റെ ഒരു സിനിമ ഏതാണ്? ആറാട്ട് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ ആറാട്ടിൻ്റെ പോസ്റ്ററിന് മുകളിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്, നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ടെന്ന്. അപ്പം നരസിംഹത്തിൽ നിന്ന് നമ്മൾ മോഹൻലാലിൻ്റെ അടുത്ത സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് ആറാട്ട്, നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട്. ആരെപ്പറ്റി പഠിക്കുമ്പോഴാണ് നമ്മളിതെല്ലാം പറയുന്നത്, മാർത്താണ്ഡവർമ്മയെ പറ്റി. സോ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. അപ്പം നരസിംഹത്തിൽ നിന്ന് മോഹൻലാലിലേക്ക് എത്തി, മോഹൻലാലിൽ നിന്ന് ആറാട്ടിലേക്ക് എത്തി, ആറാട്ടിൽ നിന്ന് നെയ്യാറ്റിൻകര ഗോപനിലേക്ക് എത്തി, നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി മാർത്താണ്ഡവർമ്മ ഭയങ്കര തണ്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞല്ലോ. പണ്ടത്തെ കാലത്തൊക്കെ ഈ തണ്ടൊക്കെ വില പോവും. ഇന്നത്തെ കാലത്ത് തണ്ട് കാണിച്ചാലോ അല്ലെങ്കിൽ അഹങ്കാരം കാണിച്ചാലോ ആൾക്കാർ പിടിച്ച് ചെവിക്കലടിച്ച് പൊട്ടിച്ച് വിടുമല്ലേ. ഇന്നത്തെ കാലത്ത് തണ്ട് കാണിച്ചുകൊണ്ടെന്നാൽ അവൻ്റെ കാര്യം പോക്കാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ ആധുനിക കാലത്ത് തണ്ട് കാണിച്ചാൽ അവൻ്റെ അവസ്ഥ ശോകമായിരിക്കുമെന്ന് ഓർത്തേ. ആധുനിക കാലത്ത്, ഇന്നത്തെ കാലത്ത് തണ്ട് കാണിച്ചാൽ ശോകമായിരിക്കും. സോ ആധുനിക അശോകൻ, ശോകമായിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക. ആധുനിക അശോകൻ മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് ആരെന്ന് ചോദിക്കാം. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ്, അതും മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ്. നമ്മൾ പഞ്ചഗവ്യം പഠിച്ചത് എങ്ങനെയാണ്? ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്ന പാല് ചേർത്ത മിശ്രിതം. നരസിംഹം ഇറങ്ങി വന്നു, നരസിംഹം മോഹൻലാലിനെ സിനിമയായിട്ട് കണക്ട് ചെയ്ത് മോഹൻലാലുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതുപോലെ നെയ്യാറ്റിൻകരയിലെ രാജകുമാരനും മോഹൻലാലുമായിട്ട് കണക്ട് ചെയ്ത് ആറാട്ടിലേക്ക് എത്തി, നെയ്യാറ്റിൻകര ഗോപനിലേക്ക് എത്തി, നെയ്യാറ്റിൻകരയിലെ രാജകുമാരനിലേക്ക് എത്തി. ഇനി വീണ്ടും ഈ ഒരു പോയിന്റ് നമുക്ക് മോഹൻലാലോട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. പണ്ട് കാലത്ത് 90കളിൽ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് അഭിനയിക്കുന്നതൊക്കെ ആരാണ്? ഇന്ത്യയിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇന്ത്യക്കാരായിരിക്കും മിക്കപ്പോഴും വില്ലൻ. ഇപ്പോൾ മമ്മൂട്ടിയുടെ സിനിമ എടുക്കുകയാണെങ്കിൽ ധ്രുവത്തിലെ വില്ലൻ ആരാണ്? ഹൈദർ മരക്കാർ എന്ന് പറയുന്നൊരു കഥാപാത്രമല്ലേ. ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഹൈദർ മരക്കാർ. അതുപോലെ തന്നെ റാംജി റാവു സ്പീക്കിംഗ്, റാംജി റാവു ആണ് വില്ലൻ. കേരളത്തിലെ കഥാപാത്രം തന്നെയാണ് റാംജി റാവു. എന്നാൽ മോഹൻലാലിൻ്റെ സിനിമ നിങ്ങൾ എടുത്ത് നോക്കി, യോധയിൽ ആരാണ് വില്ലൻ? ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യക്തിയാണ്. ഒരു മൊട്ടത്തലേനല്ലേ വില്ലൻ, അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തിയാണ്. സോ ഒരു പാശ്ചാത്യ ശക്തിയാണല്ലോ വില്ലൻ. അപ്പം ആദ്യമായിട്ട് ഒരു പാശ്ചാത്യ ശക്തി വന്നത് മോഹൻലാലിൻ്റെ സിനിമയിലാണെന്ന് ഓർത്താൽ മതി. പാശ്ചാത്യ ശക്തി എന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല, എന്നിരുന്നാലും ഓക്കെ, നേപ്പാളല്ലേ, ഓട്ടെ. അപ്പം ഒരു പാശ്ചാത്യ ശക്തി വന്നത് മോഹൻലാലിൻ്റെ സിനിമയിലാണ്. വീണ്ടും മോഹൻലാലിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ മാർത്താണ്ഡവർമ്മയിലേക്ക് വന്നല്ലോ. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ നമ്മുടെ സിനിമാ നടൻ യോധയിലെ മോഹൻലാലാണ്. മോഹൻലാലിൽ നിന്ന് നമ്മൾ മാർത്താണ്ഡവർമ്മയിലേക്ക് കണക്ട് ചെയ്ത് ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് മാർത്താണ്ഡവർമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക. ഈ കണക്ഷനുകൾക്ക് വലിയ ഭംഗിയോ അതോ വലിയ ബന്ധമോ ഒന്നുമില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പാരലായിട്ട് പറഞ്ഞു പോകുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയാണ്. ചുമ്മാ നമ്മൾ ഈ പോയിന്റുകളെല്ലാം ഒരു എന്താ പറയുക, ജഗതി പഠിക്കുന്ന പോലെ നേരെ അങ്ങ് പഠിച്ചു പോയി കഴിയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. ഇത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണക്ഷൻ സൈഡിൽ നിൽക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധിപ്പിച്ച് പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. പരീക്ഷ സമയത്ത് ഒന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കഥ പോലെ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കോഡുകളൊക്കെ പറയുന്നത്. ആരും ഇങ്ങനെയൊന്നും പറയത്തില്ലായിരിക്കും, കുറേ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. എന്നിരുന്നാലും ഞാൻ എളുപ്പമെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക. അപ്പോൾ ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ഇന്ത്യൻ രാജാവ്, ആദ്യ ഇന്ത്യൻ രാജാവ് മാർത്താണ്ഡവർമ്മ. കുറച്ച് പോയിന്റുകൾ കോഡില്ലാതെ കിടക്കാൻ പറയും. കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂറിൻ്റെ രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ ഒരു ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണശർമ്മൻ എന്ന് അറിഞ്ഞിരിക്കുക. ഇനി മാർത്താണ്ഡവർമ്മ ഭയങ്കര തണ്ടനായിട്ടുള്ള രാജാവാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഭയങ്കര തണ്ടനായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യമായിരിക്കുമെന്ന് നമുക്ക് ഓർക്കാമല്ലോ. ഭയങ്കര ദേഷ്യം അല്ലേ, എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണിച്ചാൽ, വേറെ ഭരണം നമ്മുടെ സേനാധിപതിയൊക്കെ എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പുള്ളിയെ തട്ടുമെന്ന് ഓർത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു എന്ന് ഓർത്താൽ മതി. പേടി ആയതുകൊണ്ട് തന്നെ കണക്കൊക്കെ പുള്ളി കറക്റ്റായിട്ട് നോക്കുമായിരുന്നു. സോ ബഡ്ജറ്റ് കൊണ്ടുവന്നു എന്ന് നമുക്ക് പറയാമല്ലോ. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം ബഡ്ജറ്റ് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മ. പതിവ് കണക്ക് സമ്പ്രദായം അല്ലെങ്കിൽ ബഡ്ജറ്റ് കൊണ്ടുവന്ന ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ഭയങ്കര തണ്ടനായതുകൊണ്ട് തന്നെ കണക്കൊക്കെ എല്ലാവരും കൃത്യമായിട്ട് കൊണ്ടുവരും. സോ അങ്ങനെ പതിവ് കണക്ക് സമ്പ്രദായം വന്നു, ബഡ്ജറ്റ് വന്നു. ബഡ്ജറ്റ് കൊണ്ടുവന്ന ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം അല്ലെങ്കിൽ ബഡ്ജറ്റ്
ബഡ്ജറ്റ് കൊണ്ടുവന്ന ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആര് എന്ന് ചോദിച്ചാലും മാർത്താണ്ഡവർമ്മയാണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ഭയങ്കര തണ്ടനായതുകൊണ്ട് തന്നെ എല്ലാവരെയും പെട്ടെന്ന് യുദ്ധത്തിലൊക്കെ തോൽപ്പിക്കും എന്നൊക്കെ ചുമ്മാ ഓർത്താൽ മതി. അപ്പം രാജ്യത്തിൻ്റെ തൊട്ടടുത്തുള്ള രാജ്യക്കാർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഈ തണ്ടനായിട്ടുള്ള രാജാവ് എന്ത് വന്നാലും നമ്മളെ തട്ടിക്കളയുന്നുള്ള പേടിച്ച് പുള്ളി സ്ഥലം വെച്ചിട്ട് കയറ്റി പിടിച്ചാലും നമ്മുടെ വീടുകളിലെ അതിരൊക്കെ ചില ആൾക്കാർ കയറ്റി പിടിക്കത്തൊക്കെ ഇല്ലേ, പുറമ്പോക്കൊക്കെ കയറ്റിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് പത്രത്തിലൊക്കെ വാർത്ത കാണത്തില്ല. അതുപോലെ തന്നെ പുള്ളിയുടെ തണ്ട് ഉപയോഗിച്ച് രാജ്യവിസ്തൃതിയൊക്കെ കുറേ കൂട്ടി. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണെന്ന് ആ രീതിയിലൊന്നും ഓർക്കാം. ഭയങ്കര തണ്ടനായതുകൊണ്ട് ചുമ്മാ സ്ഥലമൊക്കെ പിടിച്ചെടുത്തു എന്ന് ഓർത്താൽ മതി. രാജ്യവിസ്തൃതിയൊക്കെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഒറ്റ പോയിന്റോടെ ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിരിക്കണം. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. തണ്ടനായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇനി വേറൊരു ജന്മി വേണ്ട, ഇവിടെ ഞാൻ മാത്രം മതി എന്ന് പുള്ളി അങ്ങ് തീരുമാനിച്ചെന്ന് ഓർത്താൽ മതി. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ. ഇനിയുണ്ട് കുറേ പോയിന്റുകൾ. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം എന്തെങ്കിലുമായിട്ട് ബന്ധിപ്പിച്ച് നിങ്ങൾ ഇതേ രീതിയിൽ പഠിച്ചു പോവുക. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത കുറേ പോയിന്റുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർത്താണ്ഡവർമ്മയെ പ്രേമം സിനിമയിലെ വിനയ് ഫോർട്ടുമായിട്ട് കണക്ട് ചെയ്താണ്. മല്ലർ മിസ്സിൻ്റെ പുറകെ നടക്കുന്ന ആ വിനയ് ഫോർട്ടിൻ്റെ കഥാപാത്രത്തെ നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ കഥാപാത്രവുമായി ബന്ധിപ്പിച്ചാണ് നമ്മൾ ഇനി കുറച്ച് പോയിന്റുകൾ പഠിക്കാൻ പോകുന്നത്. ആ പ്രേമ സിനിമയിൽ വിനയ് ഫോർട്ട് 900 ഏക്കർ സബർജലി തോട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ജസ്റ്റ് മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. ഓക്കെ, നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്കും ഒരു കന്യാകുമാരിയിലെ കന്യകയുമായിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. കന്യാകുമാരിയിലെ ഒരു കന്യകയോട് ഒരു പ്രണയം ഉണ്ടായിരുന്നു. കന്യാകുമാരിയിലെ കന്യകയോട് പ്രണയമുള്ളതുകൊണ്ട് തന്നെ അവളെ എന്നും കാണാൻ വേണ്ടി അവിടെ ഒരു കോട്ട പുള്ളി നിർമ്മിച്ചു. കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ഫസ്റ്റ് പോയിന്റിലേക്ക് എത്തി. കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ഇനി ഇവളുടെ മുമ്പിൽ ഒന്ന് ആളാകാൻ വേണ്ടി നമ്മുടെ വിനയ് ഫോർട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, 900 ഏക്കർ സബർജലി തോട്ടമുണ്ട്, കുറേ സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞൊന്ന് ആളാകാൻ വേണ്ടിയാണ് പുള്ളി അങ്ങനെയൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ ഒരു കാര്യം ചെയ്തു, കുറേ ഭൂസർവേ ഒക്കെ നടത്തി. കാരണം ഭൂസർവേ നടത്തി കുറേ സ്ഥലം എനിക്ക് സ്വന്തമാണ് എന്ന് ഈ കന്യാകുമാരിയിലെ കന്യകയെ ഒന്ന് കാണിച്ച് ആളാകാൻ വേണ്ടിയാണ് പുള്ളി ചെയ്തത്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മ. അടുത്ത പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി 2 അണക്കെട്ടുകൾ പുള്ളി നിർമ്മിച്ചു. ഈ കന്യകയ്ക്ക് അണക്കെട്ടുകൾ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ ആരോ പറഞ്ഞ് കേട്ടപ്പോൾ പുള്ളിക്കാരൻ 2 അണക്കെട്ടുകൾ നിർമ്മിച്ചു. പൊന്മന അണക്കെട്ട്, അതുപോലെ പുത്തനണ. പൊന്മന അണ, അതുപോലെ പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. പൊന്മന അണ, പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണെന്നും അറിഞ്ഞിരിക്കുക. ഇനി അങ്ങനെ പയ്യെ നമ്മുടെ കന്യാകുമാരിയിലെ കന്യകയ്ക്ക് മാർത്താണ്ഡവർമ്മയോട് ഒരു പ്രണയം തോന്നി. ഉടനെ ആ ഒരു സന്തോഷത്തിൽ അവർ എന്താ പറയുക, പുള്ളിക്കാരിക്ക് ഇഷ്ടം, ആ പെൺകുട്ടിക്ക് ഇഷ്ടം ആറിൻ്റെയൊക്കെ തീരത്ത് പോയിരുന്ന് സൂര്യൻ ഉദിക്കുന്നതൊക്കെ കാണുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഒരു ആറ്റുമാല തന്നെ പുള്ളി അങ്ങ് വാങ്ങിച്ചു. ഞങ്ങൾ ഈ കോട്ടയംകാരൊക്കെ ആറ്റ് തീരത്തിന് പറയുന്ന ആറ്റുമാലി എന്നാണ് കേട്ടോ. അപ്പോൾ ആറ്റുമാലയൊക്കെ പുള്ളി അങ്ങ് മേടിച്ചു. അപ്പോൾ തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം 1730 എന്ന് ഓർത്തിരിക്കുക. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം 1730. ഓക്കെ, ഇനി ആറ്റിൻ്റെ തീരത്ത് പോയി നിന്ന് സൂര്യൻ ഉദിക്കുന്നതൊക്കെ കാണുന്നതാണല്ലോ ആ പെണ്ണിന് ഇഷ്ടം. സോ അതുകൊണ്ട് തന്നെ ഉദയസൂര്യൻ, ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിത ഭരണാധികാരി മാർത്താണ്ഡവർമ്മ എന്ന അടുത്ത പോയിന്റിലേക്ക് കണക്ട് ചെയ്യാം. ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിത ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. സൂര്യൻ ഉദിക്കുന്ന കാണാൻ വേണ്ടി ആറ്റുതീരത്തുള്ള ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിതു എന്നൊക്കെ ചുമ്മാ ഓർത്താൽ മതി. ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിത ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക. ആ കൂട്ടത്തിൽ തന്നെ ഒരു പോയിന്റോട് പഠിച്ചു പോവുക. ഉദയഗിരിക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീരരവിവർമ്മയാണ്. വേണാട് രാജാവായ വീരരവിവർമ്മയാണ് ഉദയഗിരിക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി. ഓക്കെ, ഉദയഗിരിക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീരരവിവർമ്മ. അപ്പോൾ നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ പ്രണയവുമായിട്ട് കണക്ട് ചെയ്ത് എന്താണ് പറഞ്ഞത്? കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. നിങ്ങൾ ഇതൊന്നും സത്യമാണെന്ന് വിശ്വസിച്ചേക്കില്ല കേട്ടോ, പുള്ളിക്ക് പ്രണയമൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കഥകളാണ്. ഇനി PSC പരീക്ഷയിൽ മാർത്താണ്ഡവർമ്മയുടെ പ്രണയത്തെ പറ്റി ചോദിക്കുന്നത് നിങ്ങൾ ഓർത്തേക്കില്ല, നിങ്ങൾ എന്നാ വിചാരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയ കഥയാട്ടോ, അപ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യ ഭൂസർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മ. പൊന്മന അണ, പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിനോട്
ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം 1730. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം 1730. അതുപോലെ ഉദയസൂര്യനെ കാണാൻ വേണ്ടി ഉദയഗിരിക്കോട്ട പുതുക്കി പണിത ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. എന്നാൽ ഉദയഗിരിക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീരരവിവർമ്മയാണെന്നും അറിഞ്ഞിരിക്കുക. വേണാട് രാജാവായ വീരരവിവർമ്മ. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, മാർത്താണ്ഡവർമ്മ ഇളയിടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം 1741. മാർത്താണ്ഡവർമ്മ ഇളയിടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം 1741. ആ പേരൊന്ന് ശ്രദ്ധിക്കുക, ഇളയിടത്ത് സ്വരൂപം. ഡെത്ത് എന്നുള്ള വാക്ക് മലയാളത്തിൽ എന്താണ്? മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ PSC ക്ലാസ്സിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആരാണ്? നമ്മുടെ കാലൻ തന്നെ. കാലനാണ് മരണത്തിൻ്റെ ദേവനായിട്ട് നമ്മൾ PSC ക്ലാസ്സിൽ കോഡിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന വ്യക്തി അല്ലേ. കാലൻ്റെ നമ്പർ എത്രയാണ്? സദാനന്ദൻ്റെ സമയത്തിൽ ദിലീപ് പറയുന്ന നമ്പർ അത് 6ആണ്. കാലൻ്റെ നമ്പർ 6ആണ്. ഇളയിടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം 1741 എന്ന് ഞാൻ പറഞ്ഞു. 1741 ആ എല്ലാ അക്കങ്ങളും ഒന്ന് ഗുണിച്ച് 1 ഗുണം 7 7, 7 ഗുണം 4 28, 28 ഗുണം 1 28 തന്നെ. 28 എന്ന് വന്നല്ലോ. 8ൽ നിന്ന് 2 പോയാൽ എന്താണ്? 6. നമ്മൾ കാലൻ നമ്പറിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ മാർത്താണ്ഡവർമ്മ ഇളയിടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം 1741. കൊട്ടാരക്കരയെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. ഇളയിടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം 1741 എന്ന് ഓർത്തിരിക്കുക. അടുത്ത 2 പോയിന്റുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാങ്കല്പികമായി LDFകാരും UDFകാരും ഉണ്ടാക്കുന്ന ഇലക്ഷൻ സമയത്ത് ഉണ്ടാക്കിയ ഒരു സാങ്കല്പിക അടിയിൽ നിന്നാണ് അല്ലേ. അടിയിൽ നിന്ന് കണക്ട് ചെയ്താണ് അടുത്ത 2 പോയിന്റുകൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരളവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരളവർമ്മ 1736. അത് ഓർത്തിരിക്കാൻ വേണ്ടി UDFകാർ പറഞ്ഞു. ഇപ്പം പിണറായി വിജയൻ സാറിനെ, നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി പ്രതിപക്ഷക്കാരൊക്കെ പറയുന്നത് എന്താണ്? ഭയങ്കര അഹങ്കാരിയായ ഭരണാധികാരിയാണെന്നൊക്കെ എപ്പോഴും പറയാറില്ലേ. മാധ്യമങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കുന്നില്ല, എന്ത് ഭരണാധികാരിയാണ്, മാധ്യമങ്ങൾ ചോദിച്ചാൽ ദേഷ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ എപ്പോഴും വിവാദമൊക്കെ കാണാൻ വരെ. അപ്പോൾ ആ രീതി ഓർത്താൽ മതി. രാഷ്ട്രീയപരമായിട്ടൊന്നും നിങ്ങൾ കാണല്ലോ കേട്ടോ. നമുക്ക് PSC പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നല്ലതാണ്, നേരത്തെ മുഖ്യമന്ത്രി നല്ലതാണ്, നമ്മളതൊന്നുമല്ല, നമുക്ക് PSC പഠനം മാത്രമാണ് മുഖ്യം. അപ്പം അങ്ങനെയൊക്കെ പറയുന്നു എന്ന് ഓർത്താൽ മതി. അപ്പം അത് കണക്ട് ചെയ്യാൻ വേണ്ടി, തണ്ടനായിട്ടുള്ള ഒരു ഭരണാധികാരി ഭരിച്ചാൽ അദ്ദേഹത്തിൻ്റെ തടവിൽ കടന്ന് കേരളം മരിച്ചു പോകുമെന്ന് UDFകാർ പറഞ്ഞു എന്ന് ഓർത്താൽ മതി. തണ്ടനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്, അപ്പോൾ പുള്ളിയുടെ തടവിൽ കടന്ന് കേരളം മരിച്ചു പോകുമെന്ന് UDFകാർ പറഞ്ഞു. സോ ആ പോയിന്റിൽ നിന്ന് മാർത്താണ്ഡവർമ്മ തണ്ടനായിട്ടുള്ളതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീര കേരളവർമ്മ. UDFകാർ പറഞ്ഞത് തണ്ടനായിട്ടുള്ള ഭരണാധികാരി ഭരിച്ചാൽ കേരളം അയാളുടെ തടവിൽ കടന്ന് മരിച്ചു പോകും, കേരളമാണ് അവിടെ മരിച്ചു പോകുന്നത്. ഇവിടെ മരിച്ചത് വീരകേരളവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീര കേരളവർമ്മ. അപ്പം LDFകാർ പറഞ്ഞു പിന്നെ തണ്ടനൊന്നുമല്ല, ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്, ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ബോധമില്ലാത്തവരാണ് തണ്ടനം എന്നൊക്കെ കളിയാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവരും തിരിച്ച് മറുപടി പറഞ്ഞു. ഉടനെ വീണ്ടും UDFകാർ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താ പറയുക, അടിയുണ്ടാക്കിയപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ ജയിച്ചത് വടക്കൻ കേരളത്തിലുള്ളവരുടെ വോട്ട് കൊണ്ട് മാത്രമാണ്, കാരണം കണ്ണൂരൊക്കെയാണ് കൂടുതൽ LDFകാരുള്ളത് എന്നൊക്കെ പറഞ്ഞൊരു റൂമറൊക്കെ ഇല്ല എപ്പോഴും. അപ്പം ആ രീതിയിൽ വടക്കൻ കേരളത്തിലുള്ളവരുടെ വോട്ട് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ജയിച്ചത്, തെക്കൻ കേരളത്തിലുള്ളവരെല്ലാം കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യത്തുള്ളൂ, ഞങ്ങൾക്ക് കൂടുതലും കോൺഗ്രസ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവർ വലിയ ഈരവാദം നയിച്ചു. അപ്പോൾ ഉടനെ LDFകാർ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, വടക്കൻ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും എല്ലാവരും ഒരുപോലെ വോട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയത് എന്നൊക്കെ അവരും പറഞ്ഞു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം അതിൽ നമുക്ക് എടുക്കേണ്ട പോയിന്റ് ഏതൊക്കെയാണ്? തെക്കൻ കേരളവും വടക്കൻ കേരളവും, തെക്കും വടക്കും, തെക്കുംകൂറുകാരും വടക്കൻകൂറുകാർ, തെക്കുംകൂറ് വടക്കൻകൂറ് എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി ഏതെന്ന് ചോദിക്കാം. അത് മാർത്താണ്ഡവർമ്മയാണ്. തെക്കുംകൂറ് വടക്കൻകൂറ് എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ഓക്കെ, ചുമ്മാ സാങ്കല്പികമായിട്ട് ഒരടിയൊക്കെ ഉണ്ടാക്കുന്നത് നമുക്കിത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ തെക്കുംകൂറ് വടക്കൻകൂറ് എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക. 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ചതാരാണ്? കേരളവർമ്മ, വീരകേരളവർമ്മയാണെന്നും അറിഞ്ഞിരിക്കുക. ആ കൂട്ടത്തിൽ തന്നെ 2 പോയിന്റുകളോട് പഠിച്ചു പോകണം. മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം 1742. അതുപോലെ മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി, അതും 1742 തന്നെയാണ്. മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം 1742. ആ വർഷം തന്നെ മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചു എന്നും അറിഞ്ഞിരിക്കുക. മാന്നാർ ഉടമ്പടി കായംകുളം രാജാവുമായിട്ട് മാർത്താണ്ഡവർമ്മ.
ഇനി മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് ഏത് യുദ്ധത്തിലാണ് എന്ന് ചോദിക്കാം. അത് 1746 പുറക്കാട് യുദ്ധത്തിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് ഏത് യുദ്ധത്തിലാണെന്ന് ചോദിച്ചാൽ 1746 പുറക്കാട് യുദ്ധം. കായംകുളം പിടിച്ചടക്കിയത് പുറക്കാട് യുദ്ധം. പുറത്തുള്ള കാട്ടിലൊക്കെയാണ് കായ്കളും കനികളും ഒക്കെ ഉള്ളത് എന്ന് ഓർത്താൽ മതി. കായ്കളും അതുപോലെ ഫലങ്ങളും ഒക്കെ ഉള്ളത് പുറത്തുള്ള കാട്ടിലൊക്കെയാണ്. നാട്ടിലൊന്നും ഇപ്പോൾ കായൊന്നും ഇല്ലെന്ന് ഓർത്താൽ നമ്മുടെ ഏതാണ് കായും കാടുമായിട്ട് കണക്ട് ചെയ്യാം. പുറത്തുള്ള കാട്ടിലൊക്കെയാണ് കായ്കനികളൊക്കെ ഉള്ളത്. കായലിൽ നിന്ന് കായംകുളത്തിലേക്ക് എത്താം, കാടിൽ നിന്ന് പുറക്കാടിലേക്ക് എത്താം. അപ്പം കായംകുളം പിടിച്ചെടുത്ത യുദ്ധമാണ് പുറക്കാട് യുദ്ധം എന്ന് ഓർക്കാമല്ലോ. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് പുറക്കാട് യുദ്ധത്തിലാണ്. 1746 പുറക്കാട് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത്. കായംകുളത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ഓടനാട്. ഓടനാട് എന്നറിയപ്പെടുന്നതും കായംകുളമാണ്. ഇനി മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുത വാര്യരാണ്. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി രാമയ്യൻ ദളവ. 2 പോയിന്റുകൾ പറഞ്ഞു, ഡയറക്റ്റായിട്ട് പഠിച്ചു പോവുക. മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുത വാര്യർ മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി രാമയ്യൻ ദളവയാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുളച്ചൽ യുദ്ധത്തിലെ പറ്റിയാണ്. കുളച്ചൽ യുദ്ധം പലപ്പോഴും ബേസിക് പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. വലിയ കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല, ഡയറക്റ്റായിട്ട് കുറച്ച് പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു പോവുക. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. കുളച്ചൽ, ഡച്ച്, ആ പേരുകൾ തമ്മിലൊരു സാമ്യമില്ലേ? കുളച്ചൽ, ഡച്ച്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെയാണ് കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് കുളച്ചൽ യുദ്ധം നടന്നത് 1741 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. 1741 ഓഗസ്റ്റ് 10. തോൽപ്പിച്ചത് ഡച്ചുകാരെ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. ഇനി ഒരു വ്യക്തിയെ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട്. ഡിലനോയ്. മാർത്താണ്ഡവർമ്മയുടെ മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ, തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായ വിദേശി, വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത്. 3 പോയിന്റുകളും ഡിലനോയിയെ പറ്റിയാണ്. ഒന്നുകൂടെ പറയാം. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ, തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായ വിദേശി, വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത്. 3ഉം ഡിലനോയിയാണ്. ഒറ്റ പ്രാവശ്യം കൂടെ പറയാം. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ, തിരുവിതാംകൂറിൻ്റെ സൈന്യാധിപനായ വിദേശി, വലിയ കപ്പിത്താൻ, വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതും ഡിലനോയിയാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ, തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായ വിദേശി, വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതും ഡിലനോയിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ്. ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണെന്നും ഓർത്തിരിക്കുക. തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. മറവപ്പട. തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും. രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരുമാണ് മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ. ആ 2 പോയിന്റുകൾ കണക്ഷൻ എന്ന് പറഞ്ഞില്ലല്ലേ. മറവപ്പട, മാർത്താണ്ഡവർമ്മ. 2 മറ അല്ലെങ്കിൽ മാറ ആ ഒരു വാക്കിലാണ് തുടങ്ങുന്നത്. പേര് തമ്മിൽ ഒരു ചെറിയ സാമ്യം നമുക്ക് കണ്ടെത്താൻ മേലെ. മറവപ്പട, മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മ. ഇനി രാമപുരത്ത് വാര്യരെയും കുഞ്ചൻ നമ്പ്യാരെ ഓർത്തിരിക്കാൻ വേണ്ടി മഹേഷിൻ്റെ പ്രതികാരത്തിൽ സോബിൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, ലാലേട്ടൻ അഭിനയിക്കുന്നത് നായർ മേനോൻ, അങ്ങനെയുള്ള ഹൈകാസ്റ്റ് മാത്രമാണ് മമ്മൂക്ക എല്ലാം അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു തമാശ നിറഞ്ഞ ഡയലോഗില്ലേ. അപ്പോൾ അതിൽ നിന്ന് വാര്യർ, നമ്പ്യാർ, വർമ്മ, ഇവരെല്ലാം ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ. മാർത്താണ്ഡവർമ്മ, വർമ്മ, വാര്യർ, നമ്പ്യാർ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും. ഓക്കെ, ഇനി തിരുവിതാംകൂറിലെ ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് അറിയപ്പെട്ടിരുന്നത് മുളക് മടി ശീലക്കാർ എന്നാണ്. തിരുവിതാംകൂറിലെ ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് അറിയപ്പെട്ടിരുന്നത് മുളക് മടി ശീലക്കാർ. പണ്ട് കാലത്ത് ബാഗൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് മടിശീലയിലാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയിരുന്നത് എന്നൊക്കെ ഓർത്താൽ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. മടി ശീലക്കാർ, മുളക് മടി ശീലക്കാർ. തിരുവിതാംകൂറിലെ ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് അറിയപ്പെട്ടത് മുളക് മടി ശീലക്കാർ എന്നാണ്. ഇനി കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണെന്നും അറിഞ്ഞിരിക്കുക. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. ഗജേന്ദ്ര
ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം. പ്രശസ്തമായ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം കൃഷ്ണപുരം കൊട്ടാരം. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. പ്രശസ്തമായ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം കൃഷ്ണപുരം കൊട്ടാരമാണെന്നും അറിഞ്ഞിരിക്കുക. ഇനി മാർത്താണ്ഡവർമ്മ ഭയങ്കര തണ്ടനായിട്ടുള്ള വ്യക്തിയാണെന്ന് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞല്ലോ. തണ്ടനായിട്ടുള്ള വ്യക്തി സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിൽ ചേട്ടനും അനിയനും അല്ലെങ്കിൽ അനിയത്തിമാരും ഒക്കെ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള അടിയുടെ രീതിയിൽ ചെറിയ പ്രായത്തിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ പടിയിൽ നിന്നിട്ട് ആരെങ്കിലും കയറി വരുമ്പോൾ നമ്മൾ പടിയിൽ മാറാതെ നിൽക്കുമല്ലോ, എന്താ പറയുക, അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ രീതിയിൽ ഓർത്താൽ മതി. തണ്ടനായിട്ടുള്ള ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയും അതുപോലെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരും, അനിയന്മാരോ അനിയത്തിമാരോ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ വരുമ്പം അവരുമായിട്ടൊന്ന് വഴക്കുണ്ടാക്കാൻ വേണ്ടി നമ്മൾ പടിയിൽ മാറാതെ നിൽക്കുമെന്ന് ഓർത്താൽ മതി. അതുപോലെ തന്നെ തണ്ടനായിട്ടുള്ള തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയും പടിയിൽ മാറാതെ നിൽക്കുമെന്ന് ഓർത്താൽ മതി. തൃപ്പടിയിൽ മാറാതെ നിൽക്കും. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ തൻ്റെ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. ഇതാണ് തൃപ്പടിദാനം. രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ചതാണ് തൃപ്പടിദാനം. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ഇതിനുശേഷം തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭ ദാസന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടത് ശ്രീ പത്മനാഭ ദാസന്മാർ. തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടത് ശ്രീ പത്മനാഭ ദാസന്മാർ എന്നാണ്. ആ വർഷം കൂടെ അറിഞ്ഞിരിക്കണം. 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. 1750 ജനുവരി 3. 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ധർമ്മരാജയാണ്. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ധർമ്മരാജ. അതുപോലെ തന്നെ തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ്. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരി. 1766 ആരാണ്? ധർമ്മരാജയാണ് തൃപ്പടിദാനം നടത്തിയത്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മ. മാറാതെ പടിയിൽ നിൽക്കും തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. മതിലകം രേഖകൾ ഏത് നാടുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടതാണ് മതിലകം രേഖകൾ. ഇനി മതിലകം രേഖകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. മതിലകം രേഖകൾ ബന്ധപ്പെട്ടിരിക്കുന്ന നാട് തിരുവിതാംകൂർ. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് മതിലകം രേഖകൾ. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് എന്ന് അറിഞ്ഞിരിക്കുക. 3 പോയിന്റുകൾ പറഞ്ഞു. മതിലകം രേഖകൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണെന്നും ഓർത്തിരിക്കുക. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി അത് പള്ളിയാടി മല്ലൻ ശങ്കരൻ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരൻ. റവന്യൂ മന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർ അങ്ങനെയുള്ളവരെല്ലാം ഈ കൂടുതൽ കാശുമായിട്ട് ധനവുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പം അവരെയൊക്കെ ആക്രമിക്കാൻ ഒരുപാട് പേര് കാണുമെന്ന് ഓർത്താൽ മതി. അപ്പം മല്ലന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് കാശ് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഓർത്താൽ ആ രീതിയിൽ മല്ലൻ ശങ്കരനിലേക്ക് കണക്ട് ചെയ്യാം. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നു പള്ളിയാടി മല്ലൻ ശങ്കരൻ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരൻ. ഓക്കെ, തിരുവിതാംകൂറിലെ വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4 തരംതിരിച്ചത് പള്ളിയാടി മല്ലൻ ശങ്കരനാണ്. ഓർത്തിരിക്കുക, ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4 തരംതിരിച്ചു തിരുവിതാംകൂറിലെ വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4 തരംതിരിച്ചത് പള്ളിയാടി മല്ലൻ ശങ്കരനാണെന്ന് അറിഞ്ഞിരിക്കുക. 8 യോഗം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണ നിർവാഹക സമിതിയായിരുന്നു 8 യോഗം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണ നിർവാഹക സമിതിയായിരുന്നു ശ്രീ 8 യോഗം. ദേവസ്വം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ 8 പോറ്റിമാർക്ക്
പോറ്റിമാർക്ക് ഓരോ വോട്ട് വിഹിതവും മഹാരാജാവിന് അര വോട്ടുമായിരുന്നു. സോ അതിനെയാണ് എട്ടര യോഗം എന്ന് പറയുന്നത്. ദേവസ്വം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ 8 പോറ്റിമാർക്ക് ഓരോ വോട്ട് വീതവും മഹാരാജാവിന് അര വോട്ടുമാണ് ഉണ്ടായിരുന്നത്. എട്ടര യോഗം കൂടുമ്പോൾ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാരാണ്. എട്ടര യോഗം കൂടുമ്പോൾ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാരാണെന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആ സംഭവം എന്താണെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അക്കൂട്ടത്തിൽ തന്നെ 8 വീട്ടിൽ പിള്ളമാരും കൂടെ അറിഞ്ഞിരിക്കണം. ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഈ നായർ മാടമ്പിമാരാണ് 8 വീട്ടിൽ പിള്ളമാർ എന്ന് അറിയപ്പെടുന്നത്. സോ 8 നായർ വീട്ടുകാർ ക്ഷേത്രവക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് കരം പിരിക്കുന്നതിനായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഈ നായർ മാടമ്പിമാർ 8 വീട്ടിൽ പിള്ളമാർ എന്നും അറിയപ്പെടുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മ. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. തണ്ടനായ മാർത്താണ്ഡവർമ്മ 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തു എന്നൊക്കെ ഓർത്താൽ മതി. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത മാർത്താണ്ഡവർമ്മയാണ് ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ എന്ന് അറിഞ്ഞിരിക്കും. കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സോടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിന്റിംഗ് വരച്ചത് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മ. അതുപോലെ ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിന്റിംഗ് വരപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. ക്ഷേത്രം പുതുക്കി പണിതു, ഒറ്റക്കൽ മണ്ഡപം പണി കഴിച്ചു, ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിന്റിംഗ് വരപ്പിച്ചു. ഇതെല്ലാം മാർത്താണ്ഡവർമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക. 2 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ. രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി 6 വർഷത്തിലൊരിക്കലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടത്തുന്നത് എന്നറിഞ്ഞിരിക്കുക. 6 വർഷത്തിലൊരിക്കലാണ് മുറജപം നടത്തുന്നത്. അതുപോലെ ഭദ്രദീപം വർഷത്തിൽ 2 തവണ വീതവും നടത്തുന്നു. ഭദ്രദീപം വർഷത്തിൽ 2 തവണ വീതവും നടത്തുന്നു. മുറജപവും ഭദ്രദീപവും ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ മുറജപം ആദ്യമായി ഘോഷിച്ചത് 1750-ലാണെന്നും അറിഞ്ഞിരിക്കുക. മുറജപം ആദ്യമായി ഘോഷിച്ചത് 1750-ലാണ്. 6 വർഷത്തിലൊരിക്കൽ മുറജപം. ഓക്കെ, ആ പേരിൽ നിന്ന് കണക്ട് ചെയ്യാമല്ലോ. 6 വർഷം മുറജപം, 6 മുറ, 6 വർഷത്തിലൊരിക്കലാണ് മുറജപം. വർഷത്തിൽ 2 തവണ വീതം ഭദ്രദീപവും നടത്തപ്പെടുന്നു. മുറജപം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ. മുറജപവും ഭദ്രദീപവും ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ. 6 വർഷത്തിലൊരിക്കൽ മുറജപം, അതുപോലെ ഭദ്രദീപം വർഷത്തിൽ 2 തവണ നടത്തപ്പെടുന്നു. മുറജപം ആദ്യമായി ആഘോഷിച്ചത് 1750-ലാണെന്നും അറിഞ്ഞിരിക്കുക. ഇത്രയും പോയിന്റുകൾ മാത്രമാണ് മാർത്താണ്ഡവർമ്മയെ പറ്റി പ്രധാനമായും നമ്മൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കണം. ബാക്കി കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കണ്ടന്റ് ഉൾപ്പെടുത്തിയ ഒരു സിംഗിൾ PDF നമ്മുടെ കോഴ്സ് ഇട്ടിട്ടുണ്ട്. കോഴ്സ് മേടിച്ചവർ ആ ഒരു PDF ഇന്നോടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് റെഫർ ചെയ്യുക. ഞാൻ ചില ടോപ്പിക്കിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. കേരള ചരിത്രം 1-2 ദിവസം നമ്മൾ എടുത്തായിരുന്നു. നിങ്ങൾ അതുപോലെ പഠിച്ച് എന്നോടൊപ്പം തറവായി പോകാൻ വേണ്ടിയാണ്. ഒരു ദിവസം പഠിച്ചാലൊന്നും തീർത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങളോട് അന്ന് പഠിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് വീണ്ടും ടോപ്പിക്കുകളുമായിട്ട് ഞാൻ വരുന്നത്. നിങ്ങൾ പഠിച്ച് പോവുക. ഒരു എന്താ പറയുക, ഈ ഒരു സിസ്റ്റമാറ്റിക് പാറ്റേണിൽ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പയ്യെ സിലബസ് കംപ്ലീറ്റ് ആവും. കറക്റ്റായിട്ട് ഫോളോ ചെയ്താലേ പരിപാടി നടക്കത്തുള്ളൂ. പഠിച്ച് പോവുക. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫേഴ്സിലെ ഒരു 1-2 ഷോർട്ട് വീഡിയോകളാണ് ഞാനിവിടെ ഇടുന്നത്. കായികമൊക്കെ ആയിട്ട് പിന്നെ അവാർഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. ആ അവാർഡും കായികവും ഇന്ന് തന്നെ പഠിക്കണം. ആ കൂട്ടത്തിൽ നിങ്ങളൊരു കറണ്ട് അഫേഴ്സിൻ്റെ ബുക്ക് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2023 പ്രധാനപ്പെട്ട അവാർഡുകൾ ഇന്ന് തന്നെ മുഴുവനായിട്ട് നോക്കാൻ ശ്രമിക്കുക. മാക്സിമം റിപ്പീറ്റഡായിട്ട് വായിച്ചും നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും മെമ്മറി കോഡൊക്കെ എഴുതി വെച്ച് എഴുതി നിങ്ങളൊരു ബുക്കിലേക്ക് എഴുതി വെച്ച് അവാർഡുകൾ ഇന്ന് പഠിക്കാൻ ശ്രമിക്കുക. സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തവർ നമ്മുടെ ഹിയർ ദ നോട്ട്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത കോഴ്സ് മേടിച്ചാൽ മതി. അതിനകത്ത് നമ്മൾ PDF-ഉം വീഡിയോ ക്ലാസ് കുറേ ഉണ്ട്. അത്യാവശ്യം PDF-ഉം ഉണ്ട്. ആ PDF വെച്ച് അങ്ങ് ഇന്നത്തെ കണ്ടൻറ്റ് നോക്കുക. കറണ്ട് അഫേഴ്സിലെ ആ ഒരു മീൻസ് എന്ന് പറഞ്ഞ കറണ്ട് അഫേഴ്സ് പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്തങ്ങ് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കറണ്ട് അഫേഴ്സ് അതിൽ നിന്ന് കുറച്ച് ഡെയിലി അങ്ങ് പഠിച്ച് പോയാൽ മതി. ആ കോഴ്സിൽ നിന്ന് എടുത്ത് PDF എടുത്ത് അങ്ങനെ പഠിച്ചാൽ അതിന് പയ്യെ തീരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ടെന്നീസിലെ 2022-ലെയും 2023-ലെയും പുരുഷ ഗ്രാൻഡ് സ്ലാം ജേതാക്കൾ ആരൊക്കെയാണ് എന്നാണ് ചെറിയൊരു കണക്ഷനോട് ഞാനിവിടെ പറയാൻ പോകുന്നത്. വാക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാളം നടക്കുക, നട എന്നാണല്ലോ. വാക്ക് നട, അത് 2 പ്രാവശ്യം എഴുതി. പിന്നെ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് പേര് കാറിൽ പോയാൽ എപ്പോഴും കുറച്ച് പേര് നടന്നായിരിക്കുമല്ലോ, വാക്കായിരിക്കുമല്ലോ ചെയ്യുന്നത്. കുറച്ച് പേര് കാറിൽ പോകുമ്പോൾ കുറച്ച് പേര് വാക്ക് ചെയ്യുന്നു. എന്നാൽ കുറച്ച് പേര് വാക്ക് ചെയ്യുമ്പോൾ കുറച്ച് പേര് കാറിൽ പോകുന്നു. ആ രീതിയിൽ കാറ് വാക്ക് എന്ന് 2 പ്രാവശ്യം എഴുതി. ഇതിൽ നമുക്ക് മൊത്തം അങ്ങ് പഠിക്കാൻ പറ്റും. ഇവിടെ A എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഓപ്പണാണ്, F എന്ന് പറയുന്നത് ഫ്രഞ്ച് ഓപ്പണാണ്, W എന്ന് പറയുന്നത് വിംബിൾഡൺ ആണ്, U എന്ന് പറയുന്നത് US ഓപ്പണാണ്. വാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൊവാക് ജോക്കോവിച്ചിനെയാണ്. അതുപോലെ കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർലോസ് അൽക്കാരസിനെയാണ്. നദാലിനെ റാഫേൽ നദാലിനെയാണ് ഉദ്ദേശിക്കുന്നത്.
ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 നോവാക് ജോക്കോവിച്ച്, 2022 നദാൽ, റാഫേൽ നദാൽ. ഫ്രഞ്ച് ഓപ്പൺ 2023 നോവാക് ജോക്കോവിച്ച്, 2022 നദാൽ. വിംബിൾഡൺ 2023 കാർലോസ് അൽക്കാരസ്, 2022 നോവാക് ജോക്കോവിച്ച്. US ഓപ്പൺ 2023 നോവാക് ജോക്കോവിച്ച്, 2022 കാർലോസ് അൽക്കാരസ്. 2023 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികളാണ് VP അപ്പുക്കുട്ടൻ പൊതുവാള്, ചെറുവയൽ K രാമൻ, CI ഐസക്, SRD പ്രസാദ്. ഇവരുടെ പേരുകൾ ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ ഞാൻ പറയാം. അപ്പോൾ ഒരു വാളെടുത്ത് വയലിൽ കുത്തി ഇളക്കിയിട്ട് രാമനോട് പ്രാർത്ഥിച്ചു, രാമ ഇത്തവണയെങ്കിലും മഴയൊക്കെ പെയ്ത് വയലിൽ കൃഷിയൊക്കെ ഒന്ന് സെറ്റ് ആവണേ എന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ അത്ഭുതം എന്ന് പറയട്ടെ, ഐസ് ഉരുകി വെള്ളം വീഴുന്ന പോലെ ആകാശത്ത് നിന്ന് മഴച്ചറവറാന്ന് അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അങ്ങ് ഓർത്താൽ മതി. അപ്പോൾ ഒരു വാളെടുത്ത് വയലിൽ കുത്തിയിട്ട് രാമനോട് പ്രാർത്ഥിച്ചു മഴ പെയ്യണേന്ന്. അപ്പോൾ ഐസ് ഉരുകി വെള്ളം വീഴുന്ന പോലെ മഴ അങ്ങ് ചറവറ പെയ്യാൻ തുടങ്ങി. ഐസ് ഉരുകുക, ഐസക്കിലേക്ക് എത്താവല്ലോ. അപ്പോൾ വാളെടുത്ത് അപ്പുക്കുട്ടൻ പൊതുവാളിലേക്ക് എത്താവല്ലോ. വയലിൽ കുത്തി രാമനോട് പ്രാർത്ഥിച്ചു, ചെറുവയൽ രാമനിലേക്ക് എത്താവല്ലോ. പിന്നെ രാമൻ പ്രസാദിച്ചു എന്നൂടെ ഒന്ന് ഓർത്താൽ SRD പ്രസാദിലേക്ക് എത്താം. സോ 2023 പത്മശ്രീ നേടിയ മലയാളികളാണ് VP അപ്പുക്കുട്ടൻ പൊതുവാള്, ചെറുവയൽ K രാമൻ, CI ഐസക്, SRD പ്രസാദ്. ഓർത്തിരിക്കുക. ഓക്കെ.